NTPC ജയിക്കുമോ? ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ പായിപ്പാടൻ, രണ്ടാം ട്രാക്കിൽ നടുഭാഗം, മൂന്നാം ട്രാക്കിൽ നടുവിലെ പറമ്പൻ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിലെ പായിപ്പാടനും രണ്ടിലെ നടുഭാഗവും മൂന്നിലെ നടുവിലെ പറമ്പനും തമ്മിലുള്ള ഉജ്ജ്വലമായ മത്സരം തുടക്കം തന്നെ ഒപ്പത്തിനൊപ്പമാണ്. അതങ്ങനെയാണല്ലോ. അല്പം ഒന്ന് കഴിഞ്ഞോട്ടെ. ആരെങ്കിലും മുന്നേറുമോ? ആരെങ്കിലും പിടിച്ചു കെട്ടുമോ? ആരെ പിടിച്ചു കെട്ടും? ആരെ കടത്തി വെട്ടും? ഇതാണ് ചോദ്യം. ഒന്നാം ട്രാക്കിലെ പായിപ്പാടൻ കുതിക്കുന്നു. ഇല്ല, മൂന്നാം ട്രാക്കിലെ നടുവിലെ പറമ്പനാണ്. രണ്ടാം ട്രാക്കിലെ നടുഭാഗം ഒപ്പത്തിനൊപ്പമുണ്ട്. മൂന്നാം ട്രാക്കിലെ നടുവിലെ പറമ്പനുമുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുകൊണ്ട് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. കൈനകരി ഈ പമ്പയാറ്റിലെ ഇരു കരകളിൽ നിന്ന് ജനലക്ഷങ്ങള് ഇതാ തോർത്തുകൾ വീശി തങ്ങളുടെ ജലരാജാക്കന്മാരെ മാടി വിളിക്കുന്ന സുന്ദരമായ കാഴ്ച. പായിപ്പാടനും നടുഭാഗവും നടുവിലെ പറമ്പനും അങ്ങോട്ട് കടന്നു വരികയാണ്. ആരാണ് പായിപ്പാടൻ? നമുക്കറിയാം, ഒത്തിരി നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പായിപ്പാടൻ എങ്കിൽ 2004-ലും 5-ലും 6-ലും 7-ലും 2018-ലും ഒക്കെ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പായിപ്പാടൻ എങ്കിൽ നടുഭാഗത്തിനൊരു ചരിത്രമുണ്ട്. പ്രഥമ ചാമ്പ്യൻസ് ബോർഡ് ലീഗിന്റെ ചാമ്പ്യൻ പട്ടം നേടിയ ചാമ്പ്യന്മാരായ നടുഭാഗത്തെ കടന്നു വരുന്നത് പുന്നമടമൊട്ടപ്പാണ്. നടുവിലെ പറമ്പനുമുണ്ട്. നടുവിലെ പറമ്പൻ, നടുഭാഗം, പായിപ്പാടൻ. ഓവർ ടു അജു മേൽപ്പാട്. CBL കൈനകരിയുടെ ലൂസേഴ്സിന്റെ ഉഗ്രൻ പോരാട്ടത്തിലതാ പായിപ്പാടനും നടുഭാഗവും നടുവിലെ പറമ്പനും നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ്. നഗ്നനേത്രങ്ങളിൽ നടുവിലുള്ള നടുഭാഗം തന്നെ ലീഡെടുക്കുന്ന കാഴ്ച. പുന്നമട ബോട്ട് ക്ലബ് ആൻഡ് റിപ്പിൾ ബ്രേക്കേഴ്സ് ചരിത്രമത തിരുത്തി എഴുതാൻ കടന്നു വരികയാണ്. കുമരകത്തിൽ നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ ട്രാക്ക് 1-ലും ട്രാക്ക് 3-ലുമെങ്കിൽ ആ രണ്ട് കുമരക ക്ലബ്ബുകൾ പിന്നിലാക്കി ആലപ്പുഴയിൽ നിന്നുള്ള പുന്നമട ബോട്ട് ക്ലബ്ബ് ലീഡെടുക്കുമോ? നടുഭാഗം ഇവിടെ അത്ഭുതം തീർക്കുമോ? പക്ഷേ പായിപ്പാടന് വീടാൻ സാധിക്കില്ല. നടുവിലെ പറമ്പന് വീടാൻ സാധിക്കില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ കുമരകത്തിന്റെ ചുണ്ടനാണ് നടുവിലെ പറമ്പൻ. ജിഫി ഫെലിക്സ് കുമരകം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ചുണ്ടനാണ് നടുവിലെ പറമ്പൻ. നടുഭാഗം എത്രയോ ചരിത്രമാണ് നടുഭാഗത്തിന് പറയുവാനുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാൽസ്പർശം പതിഞ്ഞിട്ടുള്ള നടുഭാഗമത നീന്തി തുടിക്കുകയാണ്. നടുഭാഗം തന്നെ ഈ ലൂസേഴ്സിൽ കടന്നു വരികയാണ്. പുന്നമടയിൽ ഏറ്റ മുറിവേൽക്കലിന് ഒരു കണക്കുവീട്ടലിന് കൂടിയാണ് കൈനകരിയിൽ നടുഭാഗം എത്തിയത്. പക്ഷേ ലൂസേഴ്സിൽ ആയിപ്പോയാലും അവന്റെ കരുത്ത് കൈനകരി കണ്ടു തന്നെ മടങ്ങാൻ അതാ നടുഭാഗവും പുന്നമട ബോട്ട് ക്ലബ്ബും റിപ്പിൾ ബ്രേക്കേഴ്സും അടിച്ചു വരുന്ന കാഴ്ച. നടുവിലെ പറമ്പൻ കൂടെ പിടിക്കുന്ന കാഴ്ച. ഇതാണ് മത്സരം. ജോളി എതിരെ. ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം. 1-ൽ പായിപ്പാട, 2-ൽ നടുഭാഗം, 3-ൽ നടുവിലെ പറമ്പന. ഇതാ അല്പം മുൻപിലേക്ക് കുതിക്കുകയാണ് നടുഭാഗം. ഇല്ല, വിട്ടുകൊടുക്കുന്നില്ല. നടുവിലെ പറമ്പന പായിപ്പാട്, നടുവിലെ പറമ്പനും പായിപ്പാടും തമ്മിൽ പോരാടുന്നു. 1-ൽ പായിപ്പാട, 2-ൽ നടുഭാഗം, 3-ൽ നടുവിലെ പറമ്പന. എന്തൊരു മത്സരം! ഇതാ 2-ലെ നടുഭാഗം അല്പം മുൻപില്. ഇല്ല, ഒപ്പമെത്താൻ ശ്രമിക്കുന്നു നടുവിലെ പറമ്പൻ. ഇതാ നടുഭാഗമാണോ നടുവിലെ പറമ്പാണോ പായിപ്പാടാണോ? നടുഭാഗവും നടുവിലെ പറമ്പും കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഇതാ പായിപ്പാടും കടന്നു വരുന്ന കാഴ്ച. ആവേശകരമായ കാഴ്ച. നടുഭാഗം പുന്നമട ബോട്ട് ക്ലബ്ബ് റിപ്പിൾ ബ്രേക്കേഴ്സ്, ഇൻഡോ ജോമി കണ്ടങ്കളം, അഡ്വക്കേറ്റ് കുര്യൻ ലീഡിംഗ് ക്യാപ്റ്റൻ. നടുവിലെ പറമ്പന അതേ ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, ചുണ്ടൻ വാരിയേഴ്സ്, യുവാന ജഫി ക്യാപ്റ്റൻ, റോച്ച സി മാത്യു.